പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M2110 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. എങ്ങനെ ഫോട്ടോ കോപ്പി എടുക്കാം, എങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്യാം, എങ്ങനെ സ്കാൻ ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം, എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തേത്, നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായും അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ ടെക്നീഷ്യൻ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ വാറൻറ്റി കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. രണ്ടാമത്തേത്, ഉപയോഗിക്കുന്ന സമയത്ത് 80 GSMൻ്റെ ഗുഡ് ക്വാളിറ്റി A4 പേപ്പർ തന്നെ ഉപയോഗിക്കണം. മൂന്നാമത്തെ കാര്യം, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. നാലാമത്തെ കാര്യം, പ്രിൻ്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്ററിലുള്ള പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഈ 4 കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. എപ്സൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത M സീരീസ് പ്രിൻ്ററിൽ അധികവും ഇങ്ക് റീഫിൽ ചെയ്യുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് അല്ല, പ്രിൻ്ററിൽ കമാൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എപ്സൻ്റെ M2110 എന്ന പ്രിൻ്ററാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. അപ്പോൾ ഇങ്ക് ലെവൽ എപ്പോഴും നമ്മൾ ഫിസിക്കലായി നോക്കുക തന്നെ വേണം. കണ്ടില്ലേ, ഇവിടെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ക് ലെവൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ലോ ലെവൽ ആവുന്നതിന് മുമ്പ് നമുക്ക് ഫില്ല് ചെയ്യണം. പ്രിൻ്റർ ഒരിക്കലും പറയില്ല അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് കമ്പനി ഇവിടെ ട്രാൻസ്പെറൻ്റായി നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ ഈ പ്രിൻ്ററിൽ നമുക്ക് ആദ്യം സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ കമാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ഡോറ് ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ, അവിടെ 2 ആരോ മാർക്ക് ഉണ്ട്. രണ്ടും ഈക്വലായി വന്നാൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കത് പ്രിൻ്ററിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട്, അതായത് മെയിൻ്റനൻസിൽ പോയിട്ട് അത് സെലക്ട് ചെയ്യുക. അവിടെ ഫിൽ ഇങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഫിൽ ഇങ്ക് എന്നുള്ളത് അത് ഓക്കെ എന്ന് കൊടുക്കുക. താഴെ സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് കാരേജ് ലെഫ്റ്റ് പോയിട്ട്, അത് ടാങ്കുള്ള മൊഡ്യൂൾ ലെഫ്റ്റ് പോയിട്ട് റൈറ്റിൽ ആ ഇങ്ക് ഡ്രോപ്പിൻ്റെ ആരോ മാർക്കിന് ഈക്വലായിട്ട് വന്ന് നിൽക്കും. കണ്ടില്ലേ, ഇങ്ങനെ വന്ന് നിന്നാൽ മാത്രമേ ഇത് ഇങ്ക് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, നമ്മൾ ബോട്ടിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. ചേരിച്ച് ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് ഫില്ലായിക്കോളും. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പ്രിൻ്റർ ഓഫ് ചെയ്തുകൊണ്ട് ഇത് വലിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. ഫില്ല് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ നോക്കി കഴിഞ്ഞാൽ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഓക്കെ എന്ന് കൊടുക്കുക. പിന്നെ കംപ്ലീറ്റ് എന്നുള്ളതിന് ആ സ്റ്റാർട്ട് ബട്ടണും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി ഈ കാരേജ് ഈ ടാങ്ക് ഒന്നുകൂടി ലെഫ്റ്റിൽ പോയിട്ട് റൈറ്റിൽ അവിടെ ഫുൾ വന്ന് ലോക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, കണ്ടില്ലേ. ഈ സമയത്ത് ഇനി നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി അത് കാണിച്ചു തരാം റിപ്പീറ്റായിട്ട്. അപ്പോൾ അതേപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ മെനുവിൽ മെയിൻ്റനൻസിൽ പോയി ഫിൽ ഇങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അത് ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ അത് ലോക്കായിട്ടാണ് ടാങ്ക് ഉള്ളത്, കണ്ടില്ലേ. ഇനി നമ്മൾ ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യുക, ഓക്കെ എന്നുള്ളത് ഈ ഫിൽ ഇങ്ക് എന്നുള്ളത് പ്രൊസീഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ പ്രൊസീഡ് എന്ന് കൊടുത്തു, സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് കാരേജ്, അതായത് ഹെഡും ടാങ്കുള്ള ആ ഒരു കാരേജ് യൂണിറ്റ് ലെഫ്റ്റിലോട്ട് വന്ന് റൈറ്റിൽ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കും. ഓക്കെ, ഇനി ബോട്ടിലെടുത്ത് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. ഇങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടി അത് പ്രൊസീഡ് ചെയ്യുന്ന ഡിസ്പ്ലേയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് ക്ലോസ് ആയി നിൽക്കും. ഓക്കെ, എപ്സൻ്റെ M2110 എന്ന പ്രിൻ്റർ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിൻ്ററാണ്. അതായത് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സിറോക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ട്രയൽ നല്ല ഗുഡ് A4 പേപ്പർ വെക്കുന്നു. ട്രേ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ഗുഡ് പേപ്പർ വെക്കുക കറക്റ്റായിട്ട്. A4 എഴുതിയ ആ മാർക്കിങ്ങിൻ്റെ അവിടെ കറക്റ്റായിട്ട് വെക്കണം. വരുന്ന രീതിയിലായിരിക്കണം പേപ്പർ വെക്കേണ്ടത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ചോദിക്കും, അത് നമ്മൾ ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട്
ഇതാണ് സ്കാനർ ഗ്ലാസ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. ഇവിടെ താഴെ നമുക്ക് കാണാൻ കഴിയും, ഒരു ആരോ മാർക്ക് കാണാൻ കഴിഞ്ഞില്ലേ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് സ്കാനിങ്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ, അടുപ്പിച്ച് വരുന്ന രീതിയിൽ ഡോക്യുമെൻറ്റ് വെക്കണം. നമുക്ക് ആവശ്യം ഏതാണോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട ഡോക്യുമെൻറ്റ് അത് കറക്റ്റായിട്ട് ആ ആരോ മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന കോപ്പി എന്നുള്ളത് കണ്ടില്ലേ, ആ കോപ്പി സെലക്ട് ചെയ്യുക. അതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വേറെ എവിടെയെങ്കിലും ആണ് മെനു കിടക്കുന്നതെങ്കിൽ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി മോഡിലേക്ക് വരും. അത് ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് താഴോട്ടും മുകളിലോട്ടും പ്രസ് ചെയ്ത് എത്ര കോപ്പീസ് വേണമെന്നുള്ളതാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം എത്ര മെൻഷൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നമുക്ക് സ്കാനിങ് നടന്നാണ്ട് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ കഴിയും. കണ്ടില്ലേ, പ്രിൻറ്റ് ചെയ്ത് പുറത്തോട്ട് ഡോക്യുമെൻ്റ് വരുന്നത് കാണാൻ കഴിയും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കോട്ട് വരും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒറിജിനൽ കോപ്പി അവിടെ പ്രിൻ്ററിൻ്റെ അവിടെ പ്രിൻ്റ് ചെയ്ത് വന്നത് ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുമാണ്. രണ്ടും ഏകദേശം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഡോർമ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്സൻ്റെ M2110 എന്ന പ്രിൻ്ററിൽ ID കാർഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒറ്റ പേജിൽ തന്നെ ഒരേ സമയം ID കാർഡ് രണ്ട് സൈഡും എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ID കാർഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ID കാർഡ് എന്താണ് നമ്മളെ കയ്യിലുള്ള അത് എടുക്കുക. ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ എക്സ്ട്രാ റിവാർഡ് കാർഡാണ്. ഇതേ സൈസ് തന്നെയാണ് ID കാർഡ്, ആധാർ കാർഡ്, ലൈസൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുന്നത്. സ്കാനറിൽ ഈ ഒരു മൂലക്ക് ഒരു ആരോ മാർക്ക് കണ്ടില്ലേ ഈ സൈഡിൽ, അതിനെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യണം, സ്കാനർ ഡോറ്. എന്നിട്ട് ഇതിൽ നമ്മൾ പ്രിൻ്ററിൽ കോപ്പി മോഡിൽ സെലക്ട് ചെയ്യുക. കോപ്പി ഓക്കെ എന്ന് കൊടുക്കുക. അവിടെ കണ്ടില്ലേ നമ്മൾ ID കാർഡ് കോപ്പി, അതിപ്പോൾ ഓഫിലാണുള്ളത്. അത് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടുള്ള ആരോ പ്രസ് ചെയ്തിട്ട് അത് ഓൺ ചെയ്യുക. എത്ര കോപ്പി വേണമെന്നുള്ളത് നമുക്ക് മുകളിൽ സെലക്ട് ചെയ്യുക, എത്ര കോപ്പീസ് എന്നുള്ളത്. എന്നിട്ട് ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇങ്ങനെ ചോദിക്കും പ്രസ് ഷീറ്റ് 1 സ്കാനിങ് ഗ്ലാസ് പ്രസ് എന്നുള്ള കൊടുക്കാൻ പറയും. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. അപ്പം ഇപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ വെച്ച സൈഡ് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്കാനിങ് 1/2 എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇതേപോലെ പ്ലേസ് ഷീറ്റ് 2 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് വെച്ചതിൻ്റെ മറു സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് മറുപ്പുറം അതേപോലെ തന്നെ ആ പൊസിഷൻ തന്നെ വെക്കണം. എന്നിട്ട് ഈ സ്റ്റാർട്ട് എന്നുള്ള ആ ബട്ടണ് പ്രസ് ചെയ്യുക. അപ്പോൾ അതത് പ്രിൻ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡ് സ്കാൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി പേപ്പർ പിക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും പ്രിൻ്റ് ചെയ്ത് ഒരുമിച്ച് വരുന്നതാണ്. നമുക്കിപ്പോൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. അതാ പേപ്പർ പിക്ക് ചെയ്തു. ഇതേപോലെ തന്നെയാണ് ചെയ്യൽ. ഓക്കെ, അതാ പേപ്പർ പ്രിൻ്റ് ചെയ്തുകൊണ്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഒരു സൈഡ് ഈ സൈഡിൽ, മറൊരു സൈഡ് അത് അപ്പുറത്തും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എപ്സൻ്റെ സ്കാൻ 2 പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഈ മോഡൽ പ്രിൻ്ററിന് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അവിടെ എപ്സൺ സ്കാൻ അല്ലെങ്കിൽ എപ്സൻ്റെ ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്സൺ സ്കാൻ 2 പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ്റെ പേര് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്കത് ഷോർട്ട് കട്ടായിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് ഇടാൻ സാധിക്കും. എന്നിട്ട് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഹോം പേജ് ഉണ്ടാവുക. ആപ്ലിക്കേഷൻ്റെ നിങ്ങൾക്ക് ഏകദേശം കാണാൻ സാധിക്കും. നമുക്ക് അവിടെ പ്രിൻ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. USB കണക്ഷൻ വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് നോക്കാനുള്ള ഈ ഡോക്യുമെൻ്റ് സൈസാണ്. നോർമലി എല്ലാവരും A4 ആണ് ഉപയോഗിക്കുന്നത്. A4 സൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഇമേജ് ടൈപ്പ് നിങ്ങൾക്ക് അവിടെ A4 എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ കാണുന്ന ഈ ഇമേജ് ടൈപ്പ് അത് ഓട്ടോ എന്നുണ്ട്. കളർ, ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓട്ടോയിൽ കളറിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് നല്ല ക്ലിയർ ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഡാർക്ക് വികാരം ഉണ്ടാവുക. അതിന് ശേഷം താഴെ കാണുന്ന റെസൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഈ റെസൊല്യൂഷൻ ചേഞ്ചസ് ചെയ്യാൻ കഴിയുന്നതാണ്. റെസൊല്യൂഷൻ കൂടുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസിൻ്റെ കപ്പാസിറ്റി കൂടും. റെസൊല്യൂഷൻ കുറയുന്തോറും സേവ് ചെയ്യുന്ന ഫയൽ സൈസിൻ്റെ സൈസ് കുറയുകയും ക്ലാരിറ്റി കുറയുകയും ചെയ്യും. പിന്നെ ഈ കാണുന്ന ഒരു ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ നമുക്കൊരു കൂടുതൽ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ അതും ഒറ്റ ഫയലായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് ആ ഒരു ഓപ്ഷന്.
അത് ടിക്ക് ചെയ്താണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേപോലെ സാധിക്കുന്നതാണ്. പിന്നെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്, PDF ആണോ JPEG ഏത് ഫോർമാറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ കാണുന്നത് ഫയൽ നെയിം, നിങ്ങൾ സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അത് ജസ്റ്റ് ഓക്കെ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലായിരിക്കും പിന്നെ സേവ് ആവുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ താഴെ ഫോൾഡർ, ഏത് ഫോൾഡറിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെ മോർ അല്ലെങ്കിൽ അതർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ശേഷം ഇപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തത് കാരണം ഞാൻ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നോർമൽ കേസിൽ ഈ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിലായിരിക്കും സേവ് ആയിട്ടുണ്ടാവുക. അതിൻ്റെ താഴെ പിന്നെ പ്രിവ്യൂ സ്കാനിങ് ആണ്. സ്കാൻ ചെയ്യുന്നതോടുകൂടി മാത്രമേ സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ പറഞ്ഞാൽ നമുക്ക് വെച്ച മാറ്റർ ചെറിയ രീതിയിൽ കാണാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ക്രോപ്പിംഗ് പോസിബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഡോക്യുമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെച്ച ഡോക്യുമെൻറ്റ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. യെസ്, കണ്ടില്ലേ? മൗസ് പോയിൻ്റർ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്ലസ് എന്നുള്ളൊരു ഇതാവും. നിങ്ങൾക്ക് ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചെറിയ വ്യത്യാസം ഞാൻ കാണിച്ചുതരാം. അവിടെ ഈ പ്രിവ്യൂവിൽ കാണാൻ സാധിക്കണ്ടില്ലേ? നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കുന്നതോടുകൂടി നല്ല ഡാർക്ക് ആയിരിക്കും നമ്മളുടെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് വരിക. അപ്പോൾ നോർമൽ എല്ലാവരും ഓട്ടോയിലോ അല്ലെങ്കിൽ കളർ മോഡിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി കിട്ടുന്നതാണ്. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് കൈസർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പ്ലസ് എന്നുള്ളൊരിതായി ആ ചിഹ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എവിടെയാണോ ഇതേപോലെ സെലക്ട് ചെയ്ത് കണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറേസ് എന്നുള്ളത് മസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ആ സെലക്ഷൻ ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും ആ ഒരു സെലക്ഷനിൽ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. ഇത്രയും ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്യാം. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്കാൻ എന്നുള്ള കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ അത്രയും സൈസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് സ്കാനിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഫുള്ളായിട്ടുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് സ്കാനായി വരുന്നതാണ്. ഈ ജസ്റ്റ് സ്കാൻ കൊടുക്കുക. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ സ്കാൻ കൊടുക്കുന്നതോടുകൂടി മാത്രമേ സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. അത് ജസ്റ്റ് ഒരു ഇമേജ് ഫയലായിട്ട് നമുക്ക് കാണിച്ച് തരിക മാത്രമേ ഉള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതോടുകൂടി അത് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഒരിക്കലും പ്രിവ്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ഒഴിവാക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ മുമ്പ് ഉപയോഗിച്ച ഫയലുകളാണ് അതിൻ്റെ അടുത്തുള്ളതൊക്കെ. യെസ്, കണ്ടില്ലേ? ഇതേപോലെയാണ് സ്കാൻ ചെയ്യൽ. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നമ്മൾ ഈ പ്രിൻ്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്ററാണ്. നോർമൽ കേസിൽ നിങ്ങൾക്ക് ഇതേപോലെ CTRL+P അല്ലെങ്കിൽ ഇവിടെ പ്രിൻ്റ് എന്നുള്ള കമാൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. നമുക്കിവിടെ എത്ര കോപ്പീസാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. കൂടുതൽ പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കറൻറ്റ് പേജസ് എന്നുള്ള അവിടെ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ കാണുന്ന പേജസ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് ഒന്നും ചേഞ്ചസ് ഇല്ലാതെ തന്നെ നോർമൽ പ്രിൻറ്റിങ് ചെയ്ത് വരുന്നതാണ്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും CTRL+P അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ പേരിന് നേരെ പ്രോപ്പർട്ടീസ് എന്നുള്ള കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇതിൽ ഫസ്റ്റ് കാണുന്നത് ഡോക്യുമെൻറ്റ് സൈസാണ്. നമ്മുടെ സൈസ് നമ്മൾ വെക്കുന്ന പേപ്പർ ഏത് സൈസ് പേപ്പറാണെന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ A3 കാണിക്കുന്നുണ്ട്. അത് ഈ പ്രിൻ്റർ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഈ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ, നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. പോർട്രേറ്റ് ആകുന്ന സമയത്ത് ഇതേപോലെ ആവും, ലാൻഡ്സ്കേപ്പ് ആകുന്ന സമയത്ത് ഇതേപോലെ ക്രോസ് ആയിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. അത് നിങ്ങൾ ഇഷ്ടം പോലെ മാറ്റി കൊടുക്കാം. പിന്നെ പേപ്പർ ടൈപ്പ്, ഈ നോർമലി ഈ മോഡൽ പ്രിൻ്ററിന് പ്ലെയിൻ പേപ്പർ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇത് മോണോക്രോം പ്രിൻ്ററാണ്, ഡോക്യുമെൻറ്റ് പർപ്പസ് ഓൺലി പ്രിൻ്ററാണ്. പിന്നെ എൻ്റെ താഴെ കാണുന്ന ക്വാളിറ്റി, അതിൽ 2-3 ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാൻഡേർഡ്, ഡ്രാഫ്റ്റ്, ഹൈ. ഡ്രാഫ്റ്റ് മോഡൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി കുറവായിരിക്കും, പക്ഷേ നല്ല മൈലേജ് കിട്ടുന്നതാണ്. അതായത് നമ്മൾ ഇങ്കിന് നല്ല കൂടുതൽ ലൈഫ്, കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ്. പിന്നുള്ളത് ഹൈ ആണ്. ഹൈ ആവുന്ന സമയത്ത് ഇങ്കിൻ്റെ മൈലേജ് കുറയും, പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും. ഏറ്റവും നോർമൽ എല്ലാവരും ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡിലാണ്. പിന്നെ ഈ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും മറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അത്ര വലിയ കാര്യമല്ല. വാട്ടർമാർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലുള്ള കോൺഫിഡൻഷ്യൽ അങ്ങനെ ഏത് ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രിൻ്റ് ഔട്ടിൽ അതേപോലെ തന്നെ വരുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക.
പിന്നെ ഈ കാണുന്ന ഡയലോഗ് ബോക്സിലും താഴെ കാണുന്ന ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇതേപോലെ എന്തെങ്കിലും സെറ്റിങ്സിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ആ പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കാര്യമായ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ഈ ഇതിൽ ചെയ്തിട്ടില്ല, കാരണം ഇത് കളർ പ്രിൻ്റർ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് മോണോക്രോം പ്രിൻ്ററാണ്. അപ്പോൾ കൂടുതൽ സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. അതോടുകൂടി കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് ചെല്ലുന്നതാണ്. പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്ത അതേ ഡോക്യുമെൻ്റ് തന്നെയാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.